ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കൊണ്ടാണ് നോക്കിയിട്ടുള്ളത് കേട്ടോ. അതായത് 2016 മുതൽ ഈ 2024 വരെ ഒരുപാട് എക്സാംസ് വന്നിട്ടുള്ളത്. ഒരുപാട് ബോർഡ് എക്സാംസും മോഡൽ എക്സാംസും എക്സാംസും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ നോട്ട് നോക്കി ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമിലും ഈ പാഠത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത് അല്ലേ. മൊത്തം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ഒരു 77 ചോദ്യം ഉണ്ട് കേട്ടോ. 77 ചോദ്യമാണ് ഇന്നേ വരെയും ഈ പാഠത്തിൽ ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു പാഠത്തിൽ നിന്ന് അതിൻ്റെ അർത്ഥം എന്താണ്ടാ, ഇനി ഇതിക്കുള്ള ചോദ്യം ചോദിക്കാൻ ഈ പാഠത്തിലില്ല. ഇതിന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്നത് അല്ലേ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇനി 77 ചോദ്യം പഠിക്കണോ അല്ലേ. ഇയാൾ എന്താണ് ഈ പറയണത്? ഈ 77 ചോദ്യം എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, കൂടിപ്പോ ഒരു 10-12 ചോദ്യം ഉണ്ടാവും. അതിനെ പലതരത്തിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് എന്ത് 77 ചോദ്യം. ഈ 77 ചോദ്യത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകട്ടെ. ബാക്കിയൊക്കെ നമുക്ക് ബോർഡ് എക്സാമിന്റെ സമയത്ത് പോകും. ഓക്കെ അല്ലേ. ഈ 77 ചോദ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിലേക്ക്, കുറച്ച് വൺ വേർഡിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. ഓക്കെ, നമുക്ക് തുടക്കത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഓർഡറിൽ തന്നെ പോവാം. ടെക്സ്റ്റിലെ ഓർഡറിലല്ല കേട്ടോ, നമുക്ക് ഈ ഓർഡറിൽ തന്നെ പോവാം, കൊടുത്തിട്ടുള്ള ഓർഡറിൽ തന്നെ പോവാം. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് HDMI? HDMIയുടെ ഫുൾ ഫോം എന്താണ്? HDMI എന്ന് വെച്ചാൽ എന്താണ്ടാ? HDMI എന്ന് വെച്ചാൽ എന്താണ്? പോർട്ടാണ് അല്ലേ. ഒരു പോർട്ടാണ് HDMI പോർട്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പോർട്ട് ആൻഡ് പെരിഫറൽസ്. പെരിഫറൽ എന്ന് വെച്ചാൽ എന്താ? ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഡിവൈസിനും നമുക്ക് എന്ന് പറയാം പെരിഫറൽ എന്ന് പറയാം. പെരിഫറൽസിന് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ലോട്ടുകളാണ് എന്ത് പോർട്ടുകൾ. അതിനകത്തൊരു എക്സാമ്പിൾ ആണ് എന്ത് HDMI പോർട്ട് അല്ലേ. HDMI പോർട്ടിന്റെ ഫുൾ ഫോം ആണ് എന്ത് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. HDMI സ്റ്റാൻഡ്സ് ഫോർ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഈ ഒരു സംഭവം വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അടുത്തത്, നെയിം ദ സോഫ്റ്റ്വെയർ ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. നമുക്കറിയാം മൂന്ന് ടൈപ്പ് ലാംഗ്വേജസ് ഉണ്ടല്ലേ. ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ലോ ലെവൽ ലാംഗ്വേജിൽ തന്നെ എന്തൊക്കെയുണ്ട്? അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ഉള്ളത് എന്താ? മെഷീൻ ലാംഗ്വേജ് ആണ്. സോ എന്ത് ചെയ്യണം? ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്ന ആളാണ് ആര്? അസംബ്ലർ അല്ലേ. സോ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് ആക്കുന്ന ആളാണ് അസംബ്ലർ. അടുത്തത്, കാറ്റഗറൈസ് ഡിവൈസസ് ഗിവൺ ബിലോ ഇൻടു ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് അല്ലെ. വെറുതെ വായിച്ച് ആ സമയം കളയണില്ല. നമുക്ക് ഒരുപാട് ഇൻപുട്ട് ഡിവൈസും പഠിക്കാനുണ്ട്, ഒരുപാട് ഔട്ട്പുട്ട് ഡിവൈസും പഠിക്കാനുണ്ട് മക്കളെ. 5 ഇൻപുട്ട് ഡിവൈസ് നന്നായിട്ട് പഠിക്കാടാ, 5 ഔട്ട്പുട്ട് ഡിവൈസ് നന്നായിട്ട് പഠിക്കാം. അതേമാതിരി തന്നെ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള പേരുകളില്ലേ ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഏതൊക്കെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ള പേരുകളില്ലേ അതും വായിച്ചു വെച്ചേക്കാം കേട്ടോ. മുഴുവൻ വാരി വലിച്ച് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. 5 എണ്ണം നല്ല വൃത്തിക്ക് പഠിച്ചേക്കാം. ഓക്കെ, അടുത്തൊരു അടിപൊളി ചോദ്യമാണ്, എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം. ഇനി വരുന്ന എല്ലാ എക്സാമുകളിലും അല്ലെ, CA വെച്ചിട്ടുള്ള ഏത് എക്സാമിലും അടിപൊളിയായി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം. എന്ത് ചെയ്യാം? റാമും റോമും കേഷും അല്ലെ, ഈ 3 ആൾക്കാരും പ്രൈമറി മെമ്മറിയുടെ ഭാഗമാണ്. അതിനകത്ത് റാമിന്റെ റോമിന്റെ കമ്പാരിസൺ എപ്പോഴും ചോദിക്കാറുണ്ട്. ഡിഫറൻഷിയേറ്റ് റാം ആൻഡ് റോം അല്ലെ. റാം ഫാസ്റ്റർ ആണ്, റോം ഇത്തിരി കൂടെ സ്ലോവർ ആണ്. റാം അലൗസ് റീഡിങ് ആൻഡ് റൈറ്റിംഗ്, റോം അലൗസ് റീഡിങ് ഓൺലി അല്ലെ. ഇനി റാം വോളറ്റൈൽ ആണ്, റോം നോൺ വോളറ്റൈൽ ആണ്. ഈ 3 കുഞ്ഞി പോയിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ള നമ്മൾ നോട്ടിൽ എഴുതാനുള്ള എല്ലാ പോയിന്റുകളും വൃത്തിക്ക് പഠിക്കണം. എന്തായാലും എക്സാംസിന് വരുന്ന ചോദ്യമാണ് എന്ത് റാം ആൻഡ് റോം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈ പാഠത്തിലുള്ള ഒരു ചോദ്യമാണ് കമ്പാരിസൺ ബിറ്റ്വീൻ റാം ആൻഡ് റോം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റാമും റോമും എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതിന്റെ 10 ഇരട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എല്ലാ വർഷവും ഷുവറായിട്ട് ബോർഡ് എക്സാമിന് ഉണ്ടാവും എന്ന് പറയാവുന്ന ഒരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ എനി 3 മെത്തേഡ്സ് ഫോർ ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. ഇതില്ലാതെ ഇന്നേ വരെയും ഒരു ചോദ്യപേപ്പർ ബോർഡ് എക്സാമിന് ഇറങ്ങിയിട്ടില്ല. സോ എന്തായാലും പഠിക്കേണ്ട ഒരു ചോദ്യമാണ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് 3 തന്നെ ഉണ്ടല്ലേ. എന്തൊക്കെയാ? റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. ലാൻഡ് ഫില്ലിങ്ങിന് അത് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എനിവേ,
നാല് ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാ? റീയൂസ് ചെയ്യാം അല്ലെ, റീസൈക്കിൾ ചെയ്യാം, പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിട്ട് റീസൈക്കിൾ ചെയ്യാം, കുഴിച്ചിടാം, ലാൻഡ് ഫില്ലിംഗ്, അതേമാതിരി തന്നെ കത്തിച്ച് കളയാം, കൺട്രോൾഡ് ആയിട്ട് കത്തിച്ച് കളയാം. ഇൻസിനറേഷൻ, ആ വാക്ക് ഇമ്പോർട്ടന്റ് ആണ്, കത്തിച്ച് കളയാമെന്ന് എഴുതി വെക്കരുതിട്ടാ, ഇൻസിനറേഷൻ. അപ്പൊ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചിരിക്കണം ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ബോർഡ് എക്സാമിന് ചോദിക്കാവുന്ന വേറൊരു ചോദ്യമാണ് സ്റ്റുഡൻസ് റോൾ ഇൻ ഈ വേസ്റ്റ് ഡിസ്പോസൽ. എന്താ? നമുക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ് ചെയ്യാം അല്ലെ, വേസ്റ്റുകൾ കളയാണ്ടിരിക്കാം, റീസൈക്കിൾ ചെയ്യുന്ന ബാറ്ററി യൂസ് ചെയ്യാം, വാറന്റിയുള്ള പ്രൊഡക്റ്റ് വാങ്ങാം, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ. എനിവേ, ഏറ്റവും ഈ പാഠത്തിലെ ഗോൾഡൻ ക്വസ്റ്റ്യൻ, റോം ഇമ്പോർട്ടന്റ് ആണ്, അതിനേക്കാളും ഇമ്പോർട്ടന്റ് ചോദ്യമാണ് എന്ത്? ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. ഒരു 3 ചോദ്യം ഉണ്ട് ഈ പാഠത്തിൽ, എന്തായാലും പഠിക്കണം എന്നുള്ളത്. ആ 3 ചോദ്യത്തില 2 ചോദ്യം നമ്മൾ പഠിച്ചിട്ടാ, അതെന്തായാലും പഠിച്ചിരിക്കണം, ഇത് പഠിക്കാണ്ട് ഒരു പരീക്ഷയ്ക്കും പോകരുത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ദ മേജർ ഫംഗ്ഷൻ ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ് അല്ലേ? നമുക്കറിയാം, പ്രോസസ്സുകളെ മാനേജ് ചെയ്യുന്നു, പ്രോസസ് മാനേജ്മെന്റ്, മെമ്മറി അലോക്കേറ്റും ഡീഅലോക്കേറ്റും ചെയ്യുന്നു, മെമ്മറി മാനേജ്മെന്റ്, ഫയലുകളെ മാനേജ് ചെയ്യുന്നു അല്ലെ, നെയിം ചെയ്യാം, റീനെയിം ചെയ്യാം, സോർട്ട് ചെയ്യാം, ഫയൽ മാനേജ്മെന്റ്, ഡിവൈസുകളെ മാനേജ് ചെയ്യുന്നു, ഡിവൈസ് മാനേജ്മെന്റ്. ഈ കാര്യങ്ങളാണ് എന്ത്? ഫംഗ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പൊ ഈ ആദ്യം ഈ പേരുകൾ എന്തൊക്കെയാ? പ്രോസസ് മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ്, മെമ്മറി മാനേജ്മെന്റ്, ഡിവൈസ് മാനേജ്മെന്റ്. ഇത് ആദ്യം പഠിക്കാം. അതിനെക്കുറിച്ച് ഒരു സെന്റൻസ് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു വെച്ചേക്കാട്ടാ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കമ്പയർ ഫ്രീവെയർ ആൻഡ് ഷെയർവെയർ. എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആയിട്ട് തരുന്ന ആൾക്കാരന് ആര്? ഫ്രീവെയർ. പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തരുന്ന ആൾക്കാരന് ആര്? ഷെയർവെയർ. അതിന്റെ ഒരു കമ്പാരിസൺ ഉണ്ടായിരുന്നു. ഇനി അടുത്തത്, വാട്ട് ആർ CPU രജിസ്റ്റേഴ്സ്? രജിസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന്? CPU-ന്റെ ഉള്ളിലുള്ള ഹൈ സ്പീഡ് മെമ്മറി ലൊക്കേഷൻസ് ആണ് എന്ത്? രജിസ്റ്റേഴ്സ് അല്ലെ. രജിസ്റ്റേഴ്സ് ആർ ഹൈ സ്പീഡ് ടെമ്പററി മെമ്മറി ഏരിയ, മെമ്മറി ലൊക്കേഷൻസ് ഇൻസൈഡ് ദ CPU. രജിസ്റ്റേഴ്സ് എന്ന് പഠിക്കണം. ഇനി ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് അല്ലെ, ഒരു 5 ടൈപ്പ് രജിസ്റ്റർ ഉണ്ട് അല്ലെ. ഏതൊക്കെയാ? ഇവിടെ NE2 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും 2 എണ്ണം, അക്യുമുലേറ്ററും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററും. അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർസ് ദ റിസൾട്ട് ഓഫ് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ എന്ത് ചെയ്യുന്നത്? ഇറ്റ് സ്റ്റോർസ് ദ ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. ഇങ്ങനെ 5 രജിസ്റ്റേഴ്സ് ഉണ്ട്. 5 രജിസ്റ്റേഴ്സും പേര് പഠിക്കുക, അതിന്റെ കാര്യങ്ങളും ഒരു സെന്റൻസ് ആക്കി പഠിച്ചേക്കാം. അടുത്ത് നോക്കാം, ഡിഫൈൻ ദ ഫോളോയിങ് ടൈം. അതൊക്കെ എടുക്കട്ടെ കേട്ടോ, നമുക്ക് അടുത്ത സ്ഥലത്ത് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ വേണം നമുക്ക് അത് ഇവിടെ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, ഡിഫൈൻ ദ ഫോളോയിങ് ടൈം. ഞാൻ പറഞ്ഞില്ലേ, ഈ പാഠത്തിൽ എന്തായാലും ചോദിക്കുന്ന 3 ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു 3 ഗോൾഡൻ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ഒരെണ്ണം റാമും റോമും ആയിരുന്നു, രണ്ടാമത് ഇ വേസ്റ്റ് ആയിരുന്നു, മൂന്നാമത്തെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ആണ് ലാംഗ്വേജ് പ്രോസസർ. ഈ 3 ആൾക്കാരും കൂടെ പറയുന്ന പേരാണ് ലാംഗ്വേജ് പ്രോസസേഴ്സ് അല്ലെ. എന്ത് ലാംഗ്വേജ് പ്രോസസേഴ്സ്? ഹൈ ലെവൽ ലാംഗ്വേജിനെയും അസംബ്ലി ലാംഗ്വേജിനെയും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ലാംഗ്വേജ് പ്രോസസർ. 3 ആൾക്കാരുണ്ടല്ലേ. ഫസ്റ്റത്തെ ആള് അസംബ്ലർ. എന്ത് ചെയ്യുന്നു അസംബ്ലർ? കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. അസംബ്ലർ എന്ത് ചെയ്യുന്നു? കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ബാക്കി 2 ആൾക്കാർ ടീമാ, ഇന്റർപ്രറ്ററും കമ്പൈലറും. അവരെന്ത് ചെയ്യുന്നു? 2 ആൾക്കാരെയും ജോലി ചെയ്യുക ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ interpreter converts high level language program into machine language line by line ഓരോ വരിയായിട്ട്. meanwhile compiler converts high level language program into machine language in a single run. ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് വ്യത്യാസം. ഈ 3 ആൾക്കാരെ നിർബന്ധമായി പഠിച്ചിരിക്കണം. അതായത് ഈ പാഠത്തിൽ നിന്ന് എന്തായാലും ചോദിക്കുന്നുള്ള 3 ചോദ്യങ്ങളാണ്. 1 റാം ആൻഡ് റോം, 2 ഇ വേസ്റ്റ്, 3 ലാംഗ്വേജ് പ്രോസസേഴ്സ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് 1 വേർഡ്സും കൂടെ നോക്കാം. അധികം കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാനില്ല, കുറച്ച് 1 വേർഡ്സും കൂടെ നോക്കാം. ഇതൊക്കെ പഴയ ചോദ്യങ്ങളാ, ഇനി വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, എക്സ്പ്ലെയിൻ എനി ഫ്രീഡം ഡിസൈൻ ബൈ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. അതായത് നമ്മൾ 4 ഫ്രീഡം പഠിച്ചിട്ടില്ലേ? ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആവണമെന്ന് പറയണമെങ്കിൽ 4 ഫ്രീഡം ആ സോഫ്റ്റ്വെയർ നമുക്ക് അനുവദിച്ചിരിക്കണം. ഏതൊക്കെയാ? ഫ്രീഡം 0, ദ ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ആസ് യുവർ വിഷ് അല്ലേ. ഫ്രീഡം 0 എന്ന് വെച്ചാൽ എന്താ? ദ ഫ്രീഡം ടു റൺ ദ പ്രോഗ്രാം ഫോർ എനി പർപ്പസ്. എന്ത് കാര്യത്തിനാണ് റൺ ചെയ്യാൻ പറ്റണം. ഫ്രീഡം 1 എന്ന് വെച്ചാൽ എന്താ? ദ ഫ്രീഡം ടു സ്റ്റഡി ഹൗ ദ പ്രോഗ്രാം വർക്ക്. ഫ്രീഡം 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീഡം ടു ഡിസ്ട്രിബ്യൂട്ട് കോപ്പീസ്. ഫ്രീഡം 3 എന്ന് വെച്ചാൽ എന്താ? ദ ഫ്രീഡം ടു ഇംപ്രൂവ് പ്രോഗ്രാം ആൻഡ് റിലീസ് യുവർ ഇംപ്രൂവ്മെന്റ്സ് ടു ദ പബ്ലിക്. അതായത് എന്ത് കാര്യത്തിന് യൂസ് ചെയ്യാനുള്ള ഫ്രീഡം, പഠിക്കാനുള്ള ഫ്രീഡം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം, സോഫ്റ്റ്വെയറിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫ്രീഡം, ഇംപ്രൂവ് ചെയ്ത സോഫ്റ്റ്വെയറിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം. മൊത്തം
4 ഫ്രീഡം ഉണ്ട്. ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഇതാണ് എന്ത് ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആവണമെങ്കിൽ പാലിച്ചിരിക്കേണ്ട 4 നിയമങ്ങൾ. അടുത്തത് ഇതുപോലൊരു ചോദ്യം എല്ലാ വർഷവും വരണം നിർബന്ധമില്ല, പക്ഷെ വരാറുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. As a student, explain 3 approaches that you can adapt to promote green computing. എന്താണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്? ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചർ, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. അല്ലെ, പ്രകൃതിക്ക് ദോഷമാവാത്ത രീതിയിൽ കമ്പ്യൂട്ടറിനെ ഡിസൈൻ ചെയ്യുന്നതാണ് എന്ത്? ഗ്രീൻ ഡിസൈൻ. അല്ലെ, പ്രകൃതിക്ക് ദോഷമാവാത്ത രീതിയിൽ കമ്പ്യൂട്ടറിനെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് എന്ത്? ഗ്രീൻ മാനുഫാക്ചർ. പ്രകൃതിക്ക് ദോഷമാവാത്ത രീതിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനെ പറയുന്നവരാണ് എന്ത്? ഗ്രീൻ യൂസ്. ഇനി ഈ വേസ്റ്റ് ഡിസ്പോസൽ തൊട്ടുമുന്ന് പഠിച്ചതാണ് അല്ലെ, പ്രകൃതിക്ക് ദോഷമാവാത്ത രീതിയിൽ കമ്പ്യൂട്ടറിനെ ഡിസ്പോസ് ചെയ്യുന്നതിനെ പറയുന്നവരാണ് എന്ത്? ഗ്രീൻ ഡിസ്പോസൽ. ഈ 4 അപ്രോച്ചസും കൂടെ കൂടിച്ചേരുന്നതാണ് എന്ത്? ഗ്രീൻ കമ്പ്യൂട്ടിംഗ്. സുഖമായിട്ട് ഉണ്ടാക്കി തള്ളി എഴുതി വെക്കാവുന്ന ടോപ്പിക്കാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. അടുത്തത് ഇത് കണ്ട പിന്നെയും ചോദിച്ചിരിക്കുന്നു നോക്കി. റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് HDMI. നമുക്കറിയാം അല്ലെ, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. പിന്നെ റാമും റോമും കമ്പാരിസൺ ഓരോ വർഷവും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ട ഈ വേസ്റ്റ് കണ്ട റിപ്പീറ്റ് ചെയ്യണ. ഈ PDF കഴിയുമ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം വേണമെങ്കിൽ ഈ വേസ്റ്റ് കാണാൻ പറ്റും. അത്രയും വർഷം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് എന്ത്? ഈ വേസ്റ്റ് കേട്ടാ. അടുത്തത് റൈറ്റ് ദ ഫുൾ ഫോം ഓഫ് USB. USB-യുടെ ഫുൾ ഫോം എന്താണ്? USB-യുടെ ഫുൾ ഫോം എന്താ? യൂണിവേഴ്സൽ സീരിയൽ ബസ്. ഇവിടെ നമ്മൾ കുത്തിവെച്ചിട്ടുണ്ട് USB കേട്ടാ. USB-യുടെ ഫുൾ ഫോം ആണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. അടുത്തത് പിന്നെയും ഈ വേസ്റ്റ് ചോദിച്ചിരിക്കുന്നു, റാമിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു. പിന്നെയും കണ്ടോടാ USB-യുടെ ഫുൾ ഫോം പിന്നെയും ചോദിച്ചിരിക്കുന്നു. അതായത് USB-യുടെയും HDMI-യുടെ ഒക്കെ ഫുൾ ഫോംസ് എപ്പോഴെപ്പോഴും ഇങ്ങനെ മറിച്ചു വെക്കണം കേട്ടാ. അടുത്തത് അറേഞ്ച് ദ ഫോളോയിങ് മെമ്മറി സ്റ്റോറേജ് ഡിവൈസസ് ഓൺ ബേസ് ഓഫ് ദെയർ ഓപ്പറേഷൻ. മെമ്മറി സ്റ്റോറേജ് ഡിവൈസുകളെ അറേഞ്ച് ചെയ്യാൻ നോക്കിയേ. ഓപ്പറേഷൻ സ്പീഡ് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് സ്പീഡ് അനുസരിച്ചിട്ട് ഹാർഡ് ഡിസ്കിനെയും ക്യാഷിനെയും റാമിനെയും അറേഞ്ച് ചെയ്യാൻ. ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആളിനാര്? ഹാർഡ് ഡിസ്ക്. പിന്നെ സ്പീഡ് കൂടിയ ആളിനാര്? റാം. അതിനേക്കാൾ സ്പീഡ് കൂടിയ ആളിനാര്? ക്യാഷ്. ഏറ്റവും സ്പീഡ് കൂടിയ ആളാണ് ആര്? രജിസ്റ്റർ. അതുകൊണ്ട് തന്നെയാണ് എന്ത്? രജിസ്റ്ററിനെ പിടിച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് CPU-ന്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് ആ പാഠം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നുള്ളൊരു ടോപ്പിക്കാണ് പ്രിന്റർ. പ്രിന്റർ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാ? ഇമ്പാക്ട് പ്രിന്റേഴ്സ് ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഉണ്ട് അല്ലെ. പ്രിന്ററും പേപ്പറും തമ്മിൽ കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ എന്താ? ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. കോണ്ടാക്ട് ഇല്ലെങ്കിലോ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. ആരൊക്കെയാ ഇമ്പാക്ട് പ്രിന്റേഴ്സ്? ആകെ ഒരു ഇമ്പാക്ട് പ്രിന്ററേ ഉള്ളൂ. അതാരാ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ആരാ? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ബാക്കിയുള്ള ഇൻകജറ്റ് പ്രിന്റർ ആയാലും ലേസർ പ്രിന്റർ ആയാലും തെർമൽ പ്രിന്റർ ആയാലും അവരൊക്കെ എന്താണ്? ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ്. അവരെ കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു കമ്പാരിസൺ നമ്മൾ നോട്ടിലുണ്ട്. ഇവർ തമ്മിലുള്ള കമ്പാരിസൺ ബോക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ച് നോക്കുക. 2016 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. EMOയുടെ ചോദ്യം നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ട, എന്നാലും പറഞ്ഞപ്പോൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെയും കണ്ടാടാ ഈ വേസ്റ്റ് ചോദിച്ചിരിക്കുന്നു. എത്ര താഴേക്ക് പോയാലും ഈ വേസ്റ്റും റാമും ഈ സാധനങ്ങളും ഒക്കെ വരും. അതായത് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാവുന്ന കാര്യങ്ങളെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. എഴുതിർത്തോ. 1 റാമും റോമും തമ്മിലുള്ള കമ്പാരിസൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 2 ഈ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഷുവർ. 3 കമ്പൈലർ അസംബ്ലർ ഇന്റർപ്രിറ്റർ ഷുവർ. ഈ 3 എന്തായാലും ഫസ്റ്റ് പഠിക്കുക. പിന്നെ ഒരു 5 ഇൻപുട്ട് ഡിവൈസ് പഠിക്കുക, 5 ഔട്ട്പുട്ട് ഡിവൈസ് പഠിക്കുക, പ്രിന്ററിന്റെ ഫംഗ്ഷനിങ് പഠിക്കുക. അതേമാതിരി തന്നെ എന്താ പറയുക, പ്രൈമറി സ്റ്റോറേജും സെക്കൻഡറി സ്റ്റോറേജ് ഒക്കെ ഇല്ലേ, ആ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം സെറ്റ്. ഇത്രേ ഉള്ളൂ. കണ്ടാ, ഞാൻ ഇത്രയും എനിക്ക് വേണമെങ്കിൽ ഇത് മാത്രം എഴുതിക്കൊണ്ടാൽ മതിയായിരുന്നു അല്ലേ. ഈ മുഴുവൻ മെറ്റീരിയൽ ഇത് ബോർഡ് എക്സാമിന്റെ മെറ്റീരിയൽ ആണ്. മുഴുവൻ എടുത്തുകൊണ്ടെന്ന് എന്തിനാണെന്നറിയോ? നിങ്ങളിത് കാണിച്ചു തരാനാണ്. കണ്ടാ, എല്ലാ വർഷവും നമ്മൾ എത്ര താഴേക്ക് പോയാലും എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഈ റാമും റോമും തമ്മിലുള്ള കമ്പാരിസണും ഈ കമ്പൈലറും ഇന്റർപ്രിറ്ററും ഈ വേസ്റ്റ് ഡിസ്പോസലും കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ള ഈ പാഠത്തിൽ. കേട്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചിരുന്ന കാര്യങ്ങൾ മാത്രം ഇപ്പോൾ പഠിച്ചാൽ മതി. അപ്പോൾ അടുത്ത പാഠത്തിന്റെ ആ വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.